നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളി നഴ്സ് നിമിഷ പ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റിന്റെ അനുമതി വന്നതോടെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ്. എങ്കിലും തിരിച്ചുവരുമെന്ന അവസാന പ്രതീക്ഷയിലാണ്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷ പ്രിയയുടെ വധശിക്ഷയാണ് സനയിലെ ഹൈക്കോടതി ശരിവെച്ചത്. യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദി 2017 കൊല്ലപ്പെട്ട കേസിൽ കിട്ടിയ വധശിക്ഷയിൽ ഇളവ് കിട്ടണമെന്ന നിമിഷ പ്രിയയുടെ അപേക്ഷയാണ് 3 അംഗ ജഡ്ജിമാരുടെ ബെഞ്ച് പരിഗണിച്ചത്. വാദം കേൾക്കൽ ജനുവരി 10 പൂർത്തിയായിരുന്നു. 70 ലക്ഷം രൂപ നൽകിയാൽ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന് കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം അറിയിച്ചിരുന്നെങ്കിലും തദ്ദേശീയരുടെ എതിർപ്പ് മൂലം നടന്നിരുന്നില്ല. 2017 യമൻ പൗരനും നിമിഷപ്രിയയ്ക്കൊപ്പം സനായിൽ ക്ലിനിക് നടത്തിയ തലാൽ അബ്ദു മഹ്ദി കൊല്ലപ്പെട്ടത്. നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണെന്നതിന് യമനിൽ രേഖകളുണ്ട്. എന്നാൽ ഇത് ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷയുടെ വാദം. ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നെന്നും ലഹരി മരുന്നിന് അടിമയായ അയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കുമായിരുന്നെന്നും നിമിഷ പറയുന്നു. ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ജയിലിലായ തലാൽ പുറത്തെത്തിയ ശേഷം കൂടുതൽ ഉപദ്രവകാരിയായി. ജീവിക്കാൻ അനുവദിക്കില്ലെന്ന നില വന്നതോടെ ഒരു ദിവസം അനസ്തേസിയയ്ക്കുള്ള മരുന്ന് നൽകി മയക്കിയെന്നും ഉണരുന്നില്ലെന്ന് കണ്ടതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് കോടതിയിൽ പറഞ്ഞത്. മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളാക്കി ജലസംഭരണിയിലിട്ടു. സംഭവശേഷം സ്ഥലം വിട്ട നിമിഷപ്രിയ 200 കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നു. ഇതിനിടെ കാണാതായ തലാലിനു വേണ്ടി ബന്ധുക്കൾ അന്വേഷണം തുടങ്ങി. നിമിഷയുടെ ചിത്രം പത്രത്തിൽ കണ്ട ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്നാണ് കേസ് നടപടികൾ വന്നതും കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതും. ഇപ്പോൾ സനായിലെ ജയിലിലാണ് നിമിഷ. സംഭവത്തിൽ നിമിഷയെ സഹായിച്ച യമൻകാരിയായ നഴ്സ് ഹനാന് ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചിരുന്നു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് 2ാം ഘട്ട തുക സമയത്ത് തന്നെ സമാഹരിച്ച് നൽകിയിരുന്നെങ്കിൽ ചർച്ച മുന്നോട്ട് പോകുമായിരുന്നെന്നും നിമിഷ ഇതിനകം മോചിതയാകുമായിരുന്നുവെന്നും മോചന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സാമുവൽ ജെറോം പ്രതികരിച്ചു. ആദ്യഘട്ടത്തിൽ തലാൽ അഹമ്മദിയുടെ ഏതാനും അടുത്ത കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്താനായിരുന്നു. 2021 മുതൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തിച്ചിരുന്നു. ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷയോട് ക്ഷമിച്ചതായി കുടുംബം അറിയിച്ചാൽ ശിക്ഷ ഒഴിവാകുമായിരുന്നു. തലാലിന്റെ കുടുംബവുമായി അയാൾ ഉൾപ്പെടുന്ന ഗോത്ര സമൂഹത്തിന്റെ പ്രതിനിധികളെ മധ്യസ്ഥരാക്കി ചർച്ച ആരംഭിക്കാൻ $40,000 വേണമെന്ന് സാമുവൽ ജെറോമും യമനിലെ അഭിഭാഷകരും അറിയിച്ചിരുന്നു. ആദ്യഘട്ടമായി നൽകേണ്ട $20,000 $19,871 കൂട്ടായ ശ്രമത്തിലൂടെ സമാഹരിച്ച് 2024 ജൂലൈയിൽ കൈമാറി. എന്നാൽ 2ാം ഘട്ട തുക സമാഹരിക്കാനുള്ള ശ്രമങ്ങളുണ്ടായില്ല. തുകയുടെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ വിവരം വേണമെന്ന് കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടതോടെ ശ്രമങ്ങൾ നിശ്ചലമായി. 2009 പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ നഴ്സായി യമനിൽ ജോലിക്കെത്തിയത്. 2012 തൊടുപുഴ സ്വദേശി ടോമി തോമസിനെ വിവാഹം കഴിച്ചു. വൈകാതെ ടോമിയും യമനിലെത്തി. അവിടെ വെച്ച് മകൾ മിഷേൽ ജനിച്ചു. മകളുടെ മാമോദിസ ചടങ്ങുകൾക്കായി 2014 നിമിഷപ്രിയയും ടോമിയും കേരളത്തിലെത്തി. ഇവിടെ സുഹൃത്തുകൂടിയായിരുന്ന തലാൽ അബ്ദു മഹ്ദിയും നാട്ടിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു. സ്വദേശിയായ തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിനിക് തുടങ്ങാനുള്ള പദ്ധതി കൂടി നിമിഷയ്ക്കും ഭർത്താവിനും ഉണ്ടായിരുന്നു. നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി. പിന്നീട് മടങ്ങാനിരുന്ന ടോമിക്ക് യമനിൽ യുദ്ധം രൂക്ഷമായതോടെ മടങ്ങാനായില്ല. 2015 സനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ച നിമിഷ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ കടുത്ത മാനസിക, ശാരീരിക, സാമ്പത്തിക ചൂഷണങ്ങളിലൂടെ കടന്നുപോയെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ പറയുന്നു. ക്ലിനിക്കിലെ യമൻ പൗരയായ മറ്റൊരു ജീവനക്കാരിയുമായി ചേർന്ന് തലാലിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ 2017 ജൂലൈയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലായത്. 2020 വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.